നമ്മുടെ മുമ്പിൽ അധികം സമയമില്ല പ്രിയപ്പെട്ടവരെ. എന്ന് ലോകാവസാനം സംഭവിക്കും, എന്ന് ഈശോ രണ്ടാം വരവ് വരും അറിയില്ല. നമ്മുടേത് വേണേ ഇപ്പം ഈ മൊമെന്റിൽ നടക്കാം. ഈശോയുടെ ഒരു വിധി വേണേ ഇപ്പം നമുക്ക് മുമ്പിൽ വരാം. ഒറ്റ ഓപ്ഷനേ ഉള്ളൂ. ഈ ജീവിതം എന്തായാലും ഇങ്ങനെ ആയിപ്പോയി ചമ്മി. നമുക്ക് ഈ നിത്യജീവൻ വേണ്ടേ? 10 വർഷം കഴിഞ്ഞ് കിട്ടാനുള്ള ഇൻക്രിമെന്റിനെ കുറിച്ചും 20 വർഷം കഴിഞ്ഞ് കിട്ടാനുള്ള PF കുറിച്ചും നമ്മൾ സങ്കടപ്പെടുന്നുണ്ട്. പക്ഷെ ഇന്ന് മരിച്ചു പോയാൽ നഷ്ടപ്പെട്ടു പോയേക്കാവുന്ന നിത്യജീവനെ കുറിച്ച് വൈ ആർ യു നോട്ട് ഫോക്കസിങ്? കാര്യം പിടികിട്ടുന്നുണ്ട്. നമ്മൾ ഈ ധ്യാനകേന്ദ്രങ്ങളായ ധ്യാനകേന്ദ്രങ്ങളും നമ്മൾ ഈ നേർച്ചകളും നമ്മൾ ഈ പ്രാർത്ഥനകളും, ഐ എം നോട്ട് ക്രിട്ടിസൈസിങ്, നമ്മൾ അങ്ങനെ ഒരു സൂപ്പർ പ്രാർത്ഥനയിൽ നിന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഈ നിയോഗങ്ങളൊക്കെ വെച്ച് പ്രാർത്ഥിക്കുമ്പോഴും നിങ്ങൾ എഴുതി വെച്ചത്, നിങ്ങൾ ആഗ്രഹിച്ചത്, നിങ്ങൾ തീർത്ഥാടന കേന്ദ്രങ്ങളിലേക്ക് സമർപ്പിച്ച നിയോഗങ്ങളൊക്കെ ഇത്ര വർഷത്തിനുള്ളിൽ നടക്കേണ്ടതും നടന്നാൽ തന്നെ അത് ഇത്ര വർഷത്തിൽ ആ റിസൾട്ട് പൂർത്തിയാക്കുന്നതുമായ കാര്യങ്ങളാണ് നിങ്ങൾ എഴുതിയേക്കുന്നത്. കിട്ടുന്നുണ്ടോ? കടം മാറണം എന്ന് ഇത്ര സമയത്തിനുള്ളിൽ. കൊച്ചിന്റെ കല്യാണം നടക്കണം എപ്പോ? ഇത്ര സമയത്തിനുള്ളിൽ. കല്യാണം നടന്നത് ഇത്രയും വർഷം